മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നന്മയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമായ പ്ലാച്ചിക്കാവ് ഗ്രാമം. കുറ്റകൃത്യങ്ങളെ നടക്കാറില്ല. ആകെയുള്ളത് ചക്കയും തേങ്ങയും കിണ്ടിമോഷണവുമൊക്കെയാണ്. അങ്ങനെ ഇരിക്കെ ഭൂമിയിലെ സ്വർഗമെന്ന് അവിടുത്തെ നാട്ടുകാർ വിശ്വസിച്ചിരുന്ന ആ പ്ലാച്ചിക്കാവ് ഗ്രാമത്തിൽ ഒരു ക്രൂരമായ കൊലപാതകം നടക്കുന്നു. മണ്ടന്മാരായ നാട്ടുകാരും തീരെ ബുദ്ധിയില്ലാത്ത പോലീസുകാരുമുള്ള ആ നാട്ടിൽ ആകെയുള്ള ബുദ്ധിമാൻ ലീലാവിലാസത്തിൽ ഉജ്ജ്വലനാണ്. അച്ഛനെ പോലെ തന്നെ ഒരു പണിക്കും പോകാതെ വെറുതെ ഇരിക്കുന്ന ഉജ്ജ്വലൻ നാട്ടിലൊരു ലൈബ്രറി നടത്തുന്നുണ്ട്. ഡിറ്റക്റ്റീവ് നോവലുകളും ഹിച്ച്കോക്ക് CBI സിനിമകളുമൊക്കെ കാണുകയാണ് കക്ഷിയുടെ ഹോബി. അതുകൊണ്ട് തന്നെ കിണ്ടിക്കേസിലും തേങ്ങാക്കേസിലുമൊക്കെ പോലീസിനെ സഹായിച്ചിരുന്ന ഉജ്ജ്വലൻ ഈ കൊലപാതക കേസും ഏറ്റെടുക്കുന്നു. തൻ്റെ അതിബുദ്ധി വെച്ച് കൊലയാളിയെ നിഷ്പ്രയാസം പിടിക്കാമെന്ന് കരുതുന്ന ഉജ്ജ്വലന് ഈ കേസിൽ കാലിടറുന്നു. താൻ അന്വേഷിക്കുന്നത് അതിക്രൂരനായ സൈക്കോപാത്തിനെയാണെന്ന സത്യം തിരിച്ചറിയുന്നു. അവിടെ നിന്നാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഉജ്ജ്വലമാകാൻ തുടങ്ങുന്നത്. മിസ്റ്ററി കോമഡി ത്രില്ലർ എന്ന ജോണറിനോട് നീതി പുലർത്തുന്ന അവതരണ ശൈലി. സിനിമയുടെ ആദ്യ പകുതി ചെറിയ കോമഡികളിലൂടെയാണ് നീങ്ങുന്നത്. അതും കഥയുടെ ഒഴുക്കിന് ആവശ്യമായ രീതിയിലുള്ള വൈബ് കോമഡികൾ. കുഞ്ഞിരാമായണവും മിന്നൽ മുരളിയും ഒക്കെ പോലെ ഒരു ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കഥയെ ലളിതമായും മനോഹരമായും അവതരിപ്പിക്കുന്നുണ്ട്. കഥാപരിസരവും കാലയളവും ഒക്കെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരിലേക്ക് കണക്റ്റ് ആകും. കഥാപശ്ചാത്തലം 90കളായതിനാൽ അക്കാലത്തെ രംഗസജ്ജീകരണങ്ങളും കോസ്റ്റ്യൂംസും വിദഗ്ധമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഹ്യൂമറും മിസ്റ്ററിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് സംവിധായകനും തിരക്കഥാകൃത്തും ശ്രമിക്കുന്നത്. രണ്ടാം പകുതിയും കോമഡിയിലൂന്നിയാണ് തുടങ്ങുന്നതെങ്കിലും പതിയെ ട്രാക്ക് മാറുന്നു. അത്യാവശ്യം ത്രില്ലും ടെസ്റ്റുമൊക്കെയായി വേഗത്തിൽ പറഞ്ഞു പോകുന്ന കഥ അവസാനത്തോടടുക്കുമ്പോൾ കൂടുതൽ ചടുലമാകുന്നു. 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഡബിൾ ക്ലൈമാക്സ് സിനിമയുടെ പ്രത്യേകതയാണ്. പ്രതീക്ഷകളുടെ അമിതഭാരമില്ലാതെ പോയാൽ ആസ്വദിച്ചു കാണാവുന്ന ചിത്രം തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. നമ്മൾ സാധാരണയായി കണ്ടു ശീലിച്ച ഗൗരവം നിറഞ്ഞ സിനിമയാകും ഇത്തരമൊരു പ്ലോട്ടിൽ സംഭവിക്കുക എന്നാണ് പെട്ടെന്ന് തോന്നുക. എന്നാൽ സീരിയൽ കില്ലിങ്ങിന്റെ അന്വേഷണം നർമ്മത്തിൽ പൊതിഞ്ഞുള്ള, കൃത്യമായി പറഞ്ഞാൽ ഡാർക്ക് ഹ്യൂമറിന്റെ മേമ്പൊടിയിലാണ് ഉജ്ജ്വലന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം അവസാനം വരെ ഉദ്യോഗം നിലനിർത്താനും സംവിധായകർക്ക് കഴിയുന്നിടത്താണ് ഉജ്ജ്വലന്റെ വിജയ ഫോർമുലയുള്ളത്. ഒപ്പം വൈകാരികമായ ചില മുഹൂർത്തങ്ങളും ചിത്രത്തിലുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നത് സ്പോയിലർ ആകുമെന്നതിനാൽ ഇവിടെ നിർത്തുന്നു. ബാക്കി തിയേറ്ററുകളിൽ നിന്ന് തന്നെ കണ്ട് ആസ്വദിക്കേണ്ടതാണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനായി ടൈറ്റിൽ റോളിൽ ധ്യാൻ ശ്രീനിവാസൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നായകനായെത്തിയ ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്നുവെന്ന ചീത്തപ്പേര് ധ്യാൻ ഉജ്ജ്വലനിലൂടെ തിരുത്തിയിരിക്കുകയാണ്. ധ്യാനിനൊപ്പം കട്ടയ്ക്ക് നിന്ന ശംഭു മഹാദേവ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനായി സിജു വിൽസണും തൻ്റെ വേഷം ഗംഭീരമാക്കി. റോണി ഡേവിഡ്, കോട്ടയം നസീർ, കലാഭവൻ നവാസ്, നിർമ്മൽ പാലാഴി എന്നിവരും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. കൂടാതെ കുദോസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ 4 പുതുമുഖ താരങ്ങളുടെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാവി എന്തെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ് ക്രെഡിറ്റ് സീൻ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കഴിഞ്ഞാലുടനെ എഴുന്നേൽക്കാതെ ഈ ഒരു സീൻ കൂടി കണ്ടതിന് ശേഷം മാത്രം എല്ലാവരും തിയേറ്റർ വിടുക. അമിത പ്രതീക്ഷകളില്ലാതെ തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സിനിമ തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളൊരു ധ്യാൻ ശ്രീനിവാസൻ ആരാധകനാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.